മോനെ ഞാനൊരു കാര്യം പറയാം. മോനെ നീ ഗൾഫിൽ നിന്ന് വന്നിട്ട് അമ്മച്ചിക്ക് മൊബൈൽ കൊണ്ടുവന്നില്ലല്ലോ. അയ്യോ, കുഴിയിലോട്ട് കാല് നീട്ടിരിക്കുന്ന അവരുടെ കയ്യിലൊരു മൊബൈലോട് ഫോണിലൂടെ വെച്ച് കൂടെ അങ്ങോട്ട്. കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുമ്പം കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഇരിക്കുന്നത് നിനക്കെന്തുവാടി കുഴപ്പം? അതൊക്കെന്തോ കുഴപ്പം? നിനക്കതോടാ കുഴപ്പം? പറഞ്ഞല്ലോ എനിക്കെന്തോ കുഴപ്പം. പക്ഷേ എടി നിന്റെ ഫോൺ അടിക്കുന്നു. ജലജയാന്നല്ലോ. അയ്യോ, ഹലോ, എന്നാടി പൊടിയും കൊച്ചോട്ടന്റെ ഫോൺ പൊക്കിയെന്നോ? യോ പൊക്കിയോ? ആരാ? ഞങ്ങളുടെ അമ്മൂമ്മയുടെ. എന്റെ ദൈവമേ, അമ്മൂമ്മയുടെ കളയാട്ടോ. കൊള്ളാം. അറിഞ്ഞോ? പൊടിക്കൊച്ചോട്ടന്റെ ഫോൺ നോക്കി രണ്ടെണ്ണോടെ മൊബൈലിൽ ചാറ്റ്. ദൈവം, ഇവരല്ല അതിന് ഫോണുണ്ടോ? ഉണ്ടോ നോക്കാൻ കൂടി എന്നിട്ട് ഇങ്ങനെ കാണിച്ചേക്കള്ള, ഇങ്ങനെ കാണിച്ചേ. മുറുക്കാൻ പോതിയാടാ. ഫോൺ ഇങ്ങോട്ട് എടുത്തേ. ആഹാ, അയ്യോ ഇത് ലോക്കൊന്നഴിക്ക്. ഇത് പറഞ്ഞാ തുറക്കുന്ന ലോക്കാ. എന്തുവാ വോയിസ് ലോക്കാന്ന്? ഒന്നോ എന്നാ പറ. പൊടിയം കൊച്ചാട്ടാ തുറക്ക. പൊടിയം കൊച്ചാട്ടൻ തുറന്നു വെച്ചേക്കുന്നു. ഇപ്പൊ വേറെ സംഭവം തുടങ്ങി. എന്നെ സംശയം. എടാ, ഇതിന്റെ അകത്ത് രാത്രി 12 മണിയാകുമ്പോൾ നമ്മുടെ ചന്ദ്രൻ അല്ലേ നിങ്ങളെ വീടിന്റെ അപ്പുറത്തെ തെങ്ങ കയറാൻ പോകുന്നത് ചന്ദ്രൻ രാത്രി 12 മണിയാകുമ്പോൾ വിളിക്കും. 1 മണി വരെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ കുറച്ചു നേരം 1ഉം 2ഉം പറഞ്ഞ് സംസാരിക്കും. അത് സംശയം. അതിനെന്ത് സംശയിക്കാതിരിക്കുന്നത്? എനിക്കറിയത്തില്ല, അത് സംശയമാ. എന്തോ മനുഷ്യൻ. അത് പോട്ടെ. 3 മണിയാകുമ്പോൾ നമ്മുടെ ബിനുവില് ബേക്കറി പോകുന്നത്. 3 മണിയാകുമ്പോൾ വെളുപ്പിന് 3 മണിയാകുമ്പോൾ 3 മണിക്കാവും വിളിക്കുന്നത്. അവന്റെ പെണ്ണുമ്പിള്ള ഇറങ്ങണമെങ്കിൽ 3 മണിയാവും. അവന്റെ പെണ്ണുമ്പുള്ളക്ക് ഇവനെ സംശയമുണ്ട്. അതുകൊണ്ട് എന്നിട്ട് ഇവനോട് ഈ ഫോണും കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നത് എങ്ങനെയാണെന്നറിയുമോ? ഈ പാവപ്പെട്ട മനുഷ്യൻ കിടന്ന് ഉറങ്ങുമ്പോൾ അങ്ങനെ ഉണർത്താതെ പതുങ്ങി ഞാൻ ആ ബാത്റൂമിന്റെ അവിടെ പോയിരുന്ന് ഞാൻ ഫോൺ ചെയ്യും. ചിലപ്പോ അവിടെ പോയി ചെന്നിട്ട് സംസാരിച്ച് അങ്ങ് ഉറങ്ങുകയും നേരം വെളുത്ത് അയിഞ്ഞാൽ വന്ന് എന്നെ വിളിക്കുന്നത്. സംശയം. എന്ത് സംശയിക്കാൻ? സംശയം. അങ്ങനെ കുടുംബം എങ്ങനെ